കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ എന്ന വ്യാജേന BJP MLA-മാരിൽ നിന്നും പണം തട്ടാൻ ശ്രമം. 19-കാരനായ യുവാവടക്കം മറ്റു പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിയാൻഷു പന്ത് കൂട്ടുപ്രതിയുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പിയാൻഷു പന്തുമായി ബന്ധമുള്ള മറ്റൊരാൾ ഇപ്പോൾ ഒളിവിലാണ്. പിയാൻഷു പന്തിനെ തിങ്കളാഴ്ച ഡൽഹിയിൽ വെച്ചും മറ്റൊരു പ്രതിയെ ഉവേശ് അഹമ്മദിനെ രുദ്രാപൂരിൽ നിന്നുമാണ് പിടികൂടിയത്. ഹരിദ്വാർ സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രമോദ് സിംഗ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രതിയായ ഗൗരവ് നാഥിനായി തിരച്ചിൽ തുടരുകയാണ് എന്നും പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. അമിത്ഷായുടെ മകനും ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനുമായ ജയ് ഷാ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതികൾ ഉത്തരാഖണ്ഡിലെ BJP MLA-മാരോട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. ഹരിദ്വാറിലെ റാണിപൂരിൽ നിന്നുള്ള BJP MLA ആതേഷ് ചൗഹാനോടായിരുന്നു 5 ലക്ഷം രൂപ പ്രതികൾ ആവശ്യപ്പെട്ടതും. ഞായറാഴ്ച വൈകുന്നേരം ആതേഷ് ചൗഹാന് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ജയ് ഷാ ആണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഫോൺ സന്ദേശം വരികയായിരുന്നു. പാർട്ടി ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആദേശ് സംശയം പ്രകടിപ്പിച്ചപ്പോൾ പണം നൽകിയില്ല എങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുമെന്നും വിളിച്ചയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ചെയ്തതെന്നും പരാതിയിൽ പറയുന്നു. ആദേശിനു പുറമെ മന്ത്രിമാരാക്കാമെന്ന് വാഗ്ദാനം നൽകി മറ്റ് MLA-മാരെ, അതായത് സരിത ആര്യ, രുദ്രാപൂർ MLA ആയ ശിവ അറോറ എന്നിവരിൽ നിന്നും 3 പ്രതികളും പണം തട്ടാൻ ശ്രമിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ വിഷയമൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ അമിത്ഷായുടെ ജീവിതം പുസ്തകമാക്കണമെന്ന ആവശ്യവുമായി ഒരു ആരാധകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതവും അനുഭവങ്ങളും പുസ്തകമാക്കി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നൽകണമെന്നാണ് ഗോരഖ്പൂർ ആസ്ഥാനമായ അമിത്ഷാ യൂത്ത് ബ്രിഗേഡ് എന്ന ഫാൻ ക്ലബിന്റെ ആവശ്യം വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ക്ലബിന്റെ പ്രസിഡന്റ് ശുക്ലയുടെ നിവേദനം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി വകുപ്പിന് ലഭിച്ചു. നിവേദനം NCERTക്ക് കൈമാറിയതായും ഒരു ദേശീയ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമിത്ഷായുടെ ജീവിതത്തെക്കുറിച്ചും രാജ്യത്തിനു വേണ്ടിയുള്ള സംഭാവനകളെക്കുറിച്ചും പുസ്തകം എഴുതണം. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. പുസ്തകം എഴുതി അവ വിദ്യാലയങ്ങൾക്ക് നൽകിയാൽ കൂടുതൽ പേർക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാനും ഗവേഷണം നടത്തുവാനും കഴിയുമെന്നും ശുക്ല വ്യക്തമാക്കുന്നുണ്ട്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചെങ്കിലും അമിത്ഷാ എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ചുവെന്നും രാജ്യത്തെ സുരക്ഷിതമാക്കാൻ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയെന്നും ശുക്ല വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 18-നാണ് ശുക്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തെഴുതുന്നതും. ചുരുക്കം പേർക്ക് മാത്രമേ അമിത്ഷായുടെ ജീവിതത്തെക്കുറിച്ച് അറിയുകയുള്ളൂവെന്നും പുസ്തകം തയ്യാറാക്കി വിദ്യാലയങ്ങൾക്ക് നൽകാൻ കൂടുതൽ ആളുകൾക്ക് അറിയുവാനും ഗവേഷണം നടത്തുവാനും കഴിയുമെന്നാണ് കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. മാർബിൾ വ്യാപാരിയായിരുന്ന ഷെഹ്റാവുദ്ദീൻ ഷെയ്ഖിനെയും ഭാര്യ കൗർസബയെയും വ്യാജ ഏറ്റുമുട്ടലിലൂടെ വധിച്ച കേസിൽ അറസ്റ്റിലായ അമിത്ഷാ ജസ്റ്റിസ് ലോയ വധക്കേസിൽ കുറ്റാരോപിതനായിരുന്നു. അതേസമയം കത്ത് NCERTയുടെ പരിഗണനയ്ക്ക് വിട്ടത് നിർദ്ദേശമല്ല എന്നും നടപടിക്രമം മാറ്റണമെന്നുമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. പലതരം വിഷയങ്ങളിൽ പുസ്തകം ഇറക്കുന്നുണ്ടെന്നും എന്നാൽ ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായ വ്യക്തിയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.